മുടി കൃത്യമായി വളരുന്നതിന് പ്രത്യേകിച്ച് ഒരു മാസം മുടി ഇത്ര ശതമാനം വളരണമെന്നുണ്ട് കേട്ടോ. ഇത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം കേട്ടോ. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും, മുടി നേർത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഹെയർ ഫോളിക്കിൾ തലയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ നിന്ന് വൈറ്റമിൻ ഡി ധാരാളം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ D3 കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട, മത്സ്യങ്ങൾ, കൂൺ, പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങളിൽ ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്തോ മുടി അമിതമായി പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണേ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് വൈറ്റമിൻ ഡി കൂടുതലും നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒരു പരിധിക്ക് മുകളിൽ കൂടുവാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. അപ്പോൾ ബാക്കി ടിപ്സ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്